ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ ആൻഡ്രോയിഡിന്റെ 7ാമത്തെ വെർഷനായ ആൻഡ്രോയിഡ് N അഥവാ ആൻഡ്രോയിഡ് നുഗറ്റിനെ കുറിച്ചാണ്. ആൻഡ്രോയിഡിന്റെ ലാസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് മാർഷ്മെല്ലോയിൽ നിന്നും നാവിഗേഷനിലും മറ്റും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന നിരവധി പുതിയ ഓപ്ഷൻസുമായിട്ടാണ് ആൻഡ്രോയിഡ് നുഗറ്റ് എത്തുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ കുറച്ച് ഇമോജീസ് ആണ്. അതായത് ആൻഡ്രോയിഡിൽ ഓൾറെഡി 1500-ൽ പരം ഇമോജീസ് നിങ്ങൾക്ക് മെസ്സേജിങ്ങിനായി ലഭിക്കും. പക്ഷേ ഈ പുതിയ ആൻഡ്രോയിഡ് നുഗറ്റിൽ 72 പുതിയ ഇമോജീസ് ഗൂഗിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ ഇമോജീസ് കൊണ്ട് നിങ്ങളുടെ മെസ്സേജിങ് കൂടുതൽ പേഴ്സണലൈസ് ആക്കാൻ സാധിക്കും. അതായത് കൂടുതൽ എക്സ്പ്രഷൻസും മറ്റും പുതിയ ഇമോജീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജിങ്ങിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻഡ്രോയിഡ് കീബോർഡിൽ കൂടുതൽ ലാംഗ്വേജ് സപ്പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ ലാംഗ്വേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും അത് ആ കീബോർഡിൽ വെച്ച് തന്നെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്വിക്ക് സെറ്റിങ്സ് ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വിൻഡോയിൽ ഒരു പ്രാവശ്യം താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ 5 ക്വിക്ക് സെറ്റിങ്സിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആൻഡ്രോയിഡ് മാർഷ്മെല്ലോയിൽ ഇല്ലായിരുന്നു. ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. അത് നിങ്ങൾ സാംസങ് ഫോണിലും മറ്റും ടച്ച് വിസിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെയും മറ്റും ഐക്കൺസ് കാണാൻ സാധിക്കും. പക്ഷേ ഇത് ആക്ച്വലി ആൻഡ്രോയിഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അത് സാംസങ്ങിൻ്റെ ടച്ച് വിസിൻ്റെ പ്രത്യേകതയാണ്. ഒരു സ്വൈപ്പിൽ നിങ്ങൾക്ക് 5 ക്വിക്ക് സെറ്റിംഗ്സ് ഐക്കൺസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രാഗ് ചെയ്തുകൊണ്ട് മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്നിലെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടി വിൻഡോ ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം 2 ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബും കൂടി ആ സ്ക്രീനിൽ ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജിങ് ഒക്കെ സാധ്യമാകും. ഇത് ചെയ്യാനായി റീസെൻ്റ്ലി ക്ലോസ് ചെയ്ത ആ വിൻഡോയിൽ നിന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വിൻഡോയുടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്നിൻ്റെ മറ്റൊരു പ്രത്യേകത ഡയറക്റ്റ് റിപ്ലൈ ഓപ്ഷനാണ്. അതായത് മിക്ക മെസ്സേജിങ് ആപ്പിലും അതുപോലെ തന്നെ മെയിൽ ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വിൻഡോയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ അയക്കാൻ സാധിക്കും. അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ ആ വിൻഡോയിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ അയക്കാൻ സാധിക്കും. വരുന്ന സമയത്ത് അയക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തന്നെ ആ മെയിലിന് റിപ്ലൈ അയക്കാനോ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ അയക്കാനൊക്കെ സാധിക്കും. ഇത് മിക്ക മെസ്സേജിങ് ആപ്ലിക്കേഷനിലും ഈ ഒരു ഓപ്ഷൻ ലഭ്യമാണ്. പിന്നെ വേറൊരു പ്രത്യേകത ആൻഡ്രോയിഡ് എന്നിനുള്ളത് ബണ്ടിൽ നോട്ടിഫിക്കേഷൻ ഓപ്ഷനാണ്. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ പല നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അത് ബണ്ടിലാക്കിയിട്ട്, അതായത് ഒരുമിച്ചാക്കിയിട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കും. അത് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും കാണാൻ സാധിക്കും. ഇപ്പോൾ മെയിൽ തന്നെ കുറേ മെയിൽ വരികയാണെങ്കിൽ ജിമെയിലിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ബാറേ കാണിക്കുകയുള്ളൂ. അതിന് കീഴിലായിരിക്കും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്നിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്വിക്ക് സ്വിച്ച് ഓപ്ഷനാണ്. അതായത് നിങ്ങൾ അവസാനമായി യൂസ് ചെയ്ത 2 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്വിക്ക് സ്വിച്ച് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. അതിനായി വലതുവശത്ത് താഴെയുള്ള 3ാമത്തെ ആ ഒരു ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ 2 ആപ്ലിക്കേഷൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ സൈലൻ്റ് ആക്കാനും അതുപോലെ ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സെറ്റിങ്സ് ലഭിക്കും. അത് നിങ്ങൾക്ക് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ് മാറ്റാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് N കൂടുതൽ ബാറ്ററി എഫിഷ്യൻസി അവകാശപ്പെടുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് മാർഷ്മെല്ലോയെക്കാളും ഫോണിൻ്റെ കൂടുതൽ ബാറ്ററി എഫിഷ്യൻസി ആൻഡ്രോയിഡ് N അല്ലെങ്കിൽ ന്യൂഗട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്നിന് അഡ്വാൻസ്ഡ് 3D റെൻഡറിങ് API ആയ വോൾക്കൻ TMൻ്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റിയുടെ ഡേ ഡ്രീമിൻ്റെ സപ്പോർട്ട് ആൻഡ്രോയിഡ് എന്നിന് ലഭ്യമാണ്. പിന്നെ കൂടുതൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സീംലെസ് അപ്ഡേറ്റ് ആണ്. അതായത് ഫോൺ ഓഫ് ആകാതെ തന്നെ നിങ്ങൾക്ക് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും. അതായത് ആൻഡ്രോയിഡ് മാർഷ്മെല്ലോയിൽ വരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുകയാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ആകുകയും ചെയ്യും. എന്നാൽ ആൻഡ്രോയിഡ് എന്നിൽ ഇനി തൊട്ട് ഫോൺ ഓഫായിട്ട് ഇനി അപ്ഡേഷൻ ഒന്നും നടക്കില്ല. അത് ഫോൺ ഓൺ ആയിരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ നടക്കുകയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യാതെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫയൽ ബേസ്ഡ് എൻക്രിപ്ഷൻ ലഭ്യമാണ്. അതായത് നിങ്ങളുടെ ഫയലുകൾക്കും മറ്റും കൂടുതൽ പ്രൊട്ടക്ഷൻ ഈ ഒരു എൻക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കും. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബൂട്ട് ഓപ്ഷനാണ്. അതായത് സാധാ ഫോൺ ഓൺ ആകുന്നതിനേക്കാൾ സ്പീഡിൽ ആൻഡ്രോയിഡ് എന്നിലെ ഫോൺ വളരെ സ്പീഡിൽ തന്നെ ബൂട്ട് ചെയ്തുകൊണ്ട് ഓൺ ആകുകയും ചെയ്യും. ഇതൊക്കെയാണെങ്കിൽ പോലും ആൻഡ്രോയിഡ് ന്യൂഗട്ട് ഗൂഗിൾ നെക്സസ് ഡിവൈസിലായിരിക്കും ആദ്യം എത്തുന്നത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ഫോണുകളിലേക്ക് എത്തുക. നിങ്ങൾ ആരെങ്കിലും ഗൂഗിൾ നെക്സസ് ഡിവൈസസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് എന്നിൻ്റെ അല്ലെങ്കിൽ ന്യൂഗട്ടിൻ്റെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ആൻഡ്രോയിഡ് ന്യൂഗട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സംശയങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.